നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കുറുപ്പമാവും വന്നു, ഋതുവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കിട്ടും. അപ്പൊ ആള് ഭയങ്കര സന്തോഷത്തിലായി. അല്ല, ഇവിടെ എന്താ ഒരു ആഘോഷവും ഇല്ലാത്ത? തലേദിവസം ഹൽദിയോ മെഹന്തിയോ അങ്ങനെ ഇപ്പൊ പുതിയ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും കാണുന്നില്ല എന്നിങ്ങനെ കുറുപ്പമാവൻ ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഋതു പറയാണ്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ മതിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ എന്ന് വേഗം തന്നെ ഋതു ഇവരോട് ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് ഋതു വേഗം അല്ല ബേബി ചേച്ചി, കുറുപ്പമാവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക, ഞാനും വരാം എന്ന് പറഞ്ഞ് ഋതു ബേബി ചേച്ചിയുടെ കൂടെ കിച്ചണിലേക്ക് പോവാണ്. അപ്പൊ വേഗം തന്നെ കുറുപ്പാടൻ ഇങ്ങനെ അടുത്ത് വന്നിട്ട്, എന്താ പൂർണിമ ഇത് ഇപ്പോഴും നിങ്ങൾ ഇഷ്ടക്കേട് കാണിക്കാണോ? എങ്ങനെ കാണിക്കാതിരിക്കും കുറുപ്പേട്ട? നാളെ പന്തലയിൽ കയറണം എന്ന് ആഗ്രഹിച്ച മറ്റ് 2 പേരൂടി ഇവിടെയില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അവരുടെ ചങ്കില് കത്തി കയറ്റിയിട്ടല്ലേ ഇപ്പോഴത്തെ ഈ മാമാങ്കം നടക്കിയിരിക്കുന്നത്? അതാ ഞാൻ ആലോചിച്ചത്. അപ്പൊ പിന്നെ എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുക? കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇപ്പോഴെങ്കിലും അത് മറക്കണം. എങ്ങനെയാ മറക്ക? പ്രത്യേകിച്ച് പഴയിച്ച താലിമയും നെയ്തെടുത്ത സാരിയും എന്റെ മുറിയിൽ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക കുറുപ്പേട്ട. കാണുമ്പോ എനിക്ക് തന്നെ നെഞ്ചുപൊട്ടുക. അപ്പൊ പിന്നെ പല്ലവിയുടെയും സേതുവിന്റെയും അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, ഇത് ഓരോരോ പൊല്ലാപ്പ്. അപ്പം ഇവരിങ്ങനെ കല്യാണം കഴിക്കേണ്ടവർക്ക് കഴിക്കാം, പക്ഷെ ഇവരുടെ കല്യാണം നടത്തരുത് എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ക്രൂരതയായി പോയി എന്ന് അച്ചും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റാതായില്ലേ? സത്യത്തിൽ സന്തോഷിക്കാനേ പറ്റാതായി എന്ന് വേഗം സ്വാതിയും അച്ചും ഒക്കെ മാറി മാറി പറയാം. അതെ, നിങ്ങളുടെ എല്ലാവരുടെയും വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, 10-24 വർഷം ജീവിച്ച വീട്ടിൽ നിന്നൊരു വ്യക്തി പോകുമ്പോ അപ്പൊ അവള് ദുഃഖിച്ച് ശപിച്ചും സന്തോഷിച്ചും അനുഗ്രഹിച്ചും വേണം അവളെ യാത്രയാക്കാൻ എന്ന് കുറുപ്പമാവനിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ വേഗം തന്നെ ചെയ്തു, കുറുപ്പമാവാ, ഞാനോ പല്ലവിയോ ഒരിക്കൽ പോലും അവളെ ശപിച്ചിട്ടില്ല. ഇനി മുഴുവൻ മനസ്സും കൊടുത്ത് അവളെ അനുഗ്രഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് സേതു പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവർക്കാർക്കും അതിന് കഴിയുന്നില്ല. അപ്പോഴാണ് സേതുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സേതു വേഗം അപ്സെറ്റായി. വേഗം പൂർണിമ ചോദിക്കുകയാണ്, ആരാ മോനെ എന്ന് ചോദിച്ചു. അല്ല, അത് എൻ്റെ ഒരു ഫ്രണ്ടാമേ എന്ന് പറഞ്ഞു. എന്നിട്ട് സേതു ഈ ഫോണുമായിട്ട് നേരെ പുറകിലേക്ക് പോവാണ്. മറ്റാരുമല്ല, ഇന്ദ്രനാണ്. ഹലോ അളിയോ, എൻ്റെ ഒരേ ഒരു അളിയനല്ലേ? ഇനിയിപ്പൊ നേരത്തോട് നേരം കഴിഞ്ഞാ നീ പിന്നെ എൻ്റെ അളിയനല്ലേടാ ചക്കരക്കുട്ടാ സേതു? നീ വിളിച്ചെന്തിനാന്നാ പറയടാ എന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ തിരക്കായിരിക്കും അല്ലേ? ഓക്കെ ശരി, കാര്യം എന്താന്ന് വെച്ചാ പറയാം. എനിക്ക് അളിയനെ ഒന്ന് കാണണം. എനിക്ക് മാത്രല്ലട്ടോ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട്. എന്തിന്? അതൊക്കെ പറയാന്നേ, അത് ഞാൻ നേരിട്ട് കാണുമ്പോ പറയാ അളിയാ. എന്തേ, ലൊക്കേഷൻ ഞാൻ അയച്ചു തരാട്ടോ, അങ്ങോട്ടേക്ക് അളിയൻ വന്നച്ചാ മതി. ശരി, ബായ് അളിയ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഇന്ദ്രൻ ഫോൺ കട്ടാക്കി. അപ്പൊ സേതു ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവന്മാരെ അർമാദിച്ചിങ്ങനെ കിടന്ന് ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതു അവിടെ ചെന്ന് വന്നിട്ട് സേതുവിനെ ഒരുമാതിരി പരിഹസിച്ച് ചിരിക്കുന്നത് പോലെ. എന്നിട്ട് ഇന്ദ്രൻ വന്നിട്ട്, എന്നാലും എന്റെ പൊന്നളിയോ, സത്യം പറഞ്ഞ അളിയൻ ഇത്രയും പെട്ടെന്ന് സല്യൂട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു. സത്യം, ഇതിനെ പേടിച്ചിട്ട് വന്നതൊന്നും അല്ല. ഇനിയിപ്പോ കല്യാണത്തിന്റെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ടാ വന്നത്. കല്യാണം. അപ്പൊ പിന്നെ ഈ കല്യാണം നിനക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ സേതു? അതെ, എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്റെ പെങ്ങളുടെ കല്യാണമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നീ എന്നെ പേടിക്കണം സേതു, തീർച്ചയായിട്ടും പേടിക്കണം. അതെന്താന്നറിയോ നിനക്ക്? ഞാൻ വിചാരിച്ച ഈ കല്യാണം നല്ല എത്ര വേണമെങ്കിലും കുളവാക്കാം, വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കളറാക്കാം. നീ എന്താടാ എന്നെ പേടിപ്പിക്കണോ? അതെ, ഞാൻ പേടിപ്പിക്കുക തന്നെയാ. നിന്റെ പെങ്ങള് തന്തയാരെന്നറിയാത്ത കുഞ്ഞിനെ പ്രസവിക്കുന്നത് നീ പേടിക്കേണ്ട കാര്യം തന്നെയാ സേതു, തീർച്ചയായിട്ടും നീ പേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിനകത്ത് പറയുമ്പോൾ മാത്രം മിണ്ടാട്ടം മുട്ടിപ്പോവാണ്. ഇവന്റെ മുന്നിൽ മുട്ടുകുത്തുന്നത് ഒരു കാര്യത്തിന് മാത്രാണ്. ഈശ്വര കൃപ കൊണ്ട് നിനക്ക് ആ സാഹചര്യം വന്നില്ലല്ലോ. നാളെ ഞാൻ താലി കെട്ടുന്നതോടെ നിന്റെ പെങ്ങടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ഒഫീഷ്യലായിട്ടൊരു തന്ത ജനിക്കല്ലേ സേതു? എന്താ ശരിയല്ലേ? അപ്പൊ സേതു അങ്ങനെ മിടാതെ കട്ടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഒരു ദിവസം കൂടി എങ്ങനെയും കഴിയണമല്ലോ. അപ്പോ ഞാനാണ് സേവിയർ,
ഞാന് നിന്നെയും നിന്റെ പെങ്ങളെയും എന്തിന് അവളുടെ വയറ്റിൽ കൊടുക്കുന്ന കുഞ്ഞിനെയും നിങ്ങളുടെ കുടുംബം ഒന്നാകെ ഞാൻ രക്ഷിക്കുക, ശരിയല്ലേ? ഒരു വലിയൊരു അപമാനത്തിൽ നിന്നാണ് ഞാൻ രക്ഷിച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങള് വേണ്ട പോലെ എന്നെ കാണണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. അപ്പം രക്ഷകനായി എന്നെ മിനിമം ഒരു ഹെലികോപ്റ്ററിലെങ്കിലും വേണം നീ മണ്ഡപത്തിലേക്ക് എത്തിക്കാൻ. അപ്പൊ സേതു ഒന്ന് ഞെട്ടി. നീ പേടിക്കണ്ട, ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതാട്ടോ എന്ന് പറഞ്ഞു. ആ അതൊന്നും വേണ്ട, പക്ഷേ ദേ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇവന്മാരുണ്ടല്ലോ, ഇവന്മാര് കിട്ടിലൊരു ഐഡിയ പറഞ്ഞു തന്നു കേട്ടോ. ഓ സോറി, ഇവന്മാരെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ? ഇതെന്റെ ബേഴ്സ് ഫ്രണ്ട്സാ രണ്ടുപേരും. നോർത്ത് ഇന്ത്യയിലെന്ന് കുറ്റിയും പറിച്ച് വന്നിരിക്കുക. ഇന്ദ്രജിത്തിന്റെ കല്യാണം കൂടാനായിട്ടാണ് ഇവന്മാര് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവന്മാരെയും കൂടി എനിക്ക് സന്തോഷിപ്പിക്കണ്ടേ? പറഞ്ഞു വന്നതെന്താന്ന് വെച്ചാ, നാളെ ഞാൻ പന്തലിലേക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? അപ്പോ എന്നെ സേതു ആളുകൾക്കിടയിൽ നിന്ന് എടുത്തോണ്ട് പോയി സ്റ്റേജിൽ കയറ്റിയാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ ആളിയൻ? ഇപ്പോഴത്തെ ട്രെൻഡാട്ടോ അത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാര് പുറകിൽ നിന്ന് അടിപൊളി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. സേതു നോർത്തിലൊക്കെ ഇത് വെരി നോർമലാ. വരണ ഇങ്ങനെ എടുത്തോണ്ട് പോന്നു സ്റ്റേജിൽ കയറ്റുന്നു. മണ്ഡപത്തില്. നിനക്കറിയില്ലേ അത് എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞ സേതു. ഓഹോ സാരമില്ല, എങ്കി നീ അറിയണം. അങ്ങനെ വേണം എന്നെ സ്റ്റേജിൽ കയറ്റാൻ. എന്നെ അങ്ങനെ വേണം സ്റ്റേജിൽ കയറ്റാനും. എന്നെ എടുത്തോണ്ട് പോയി വേണം സ്റ്റേജിൽ കയറ്റാൻ. അതെ സേതു, ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കല്യാണം എതിർത്ത ആ അളിയൻ തന്നെ അത് ചെയ്യുമ്പോ അതൊരു പ്രത്യേക സുഖം. ഓക്കെ ശരി അപ്പൊ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇവരെ എല്ലാരെയും കളിയാക്കി ചിരിച്ചട്ടഹസിച്ച് പോവാണ്. അപ്പൊ ഒന്നും മിണ്ടാതെ സേതു ഇങ്ങനെ നിന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഇതിന്റെ ക്ഷേത്രത്തിലെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി. അപ്പൊ ഇന്ദ്രൻ ഇതേ മണവാളനായിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നു. കൂടെ മൈക്കും രാജലക്ഷ്മിയും വിഷുവും അതുപോലെ തന്നെ പാറും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതേ ഹാപ്പി ആയിട്ട് കുറച്ച് ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇവര് നേരെ അങ്ങോട്ടേക്ക് വരുമ്പോ സേതുവും പല്ലവിയും ഹരിയും അവരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇന്ദ്രൻ ഇവരെ നോക്കി ഒരു പുച്ഛിച്ച ഭാവത്തിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചു. എന്നാ എല്ലാവരും വരൂ, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഇവരെല്ലാവരും വന്നപ്പോഴത്തേനും സേതു ഇവിടെ എന്ന് ചോദിച്ചു കുറുപ്പമാവൻ. സേതു കാല് കഴുകി ഇവനെ സ്വീകരിക്കാൻ നീ വേണം എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. സേതു നേരെ വേഗം ചെന്നു ഇവന്റെ കാല് കഴുകി കൊടുക്കാണ്. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. ഇന്ദ്രനാണെങ്കിലോ ഭയങ്കര സന്തോഷവും. എന്നിട്ട് നേരെ വേഗം തന്നെ ഇന്ദ്രൻ അത് കഴിഞ്ഞ ശേഷം എഴുന്നേറ്റിട്ട് സേതുവിനെ കെട്ടിപ്പിടിച്ച് നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാല് കഴുകി നീ സ്വീകരിക്കുന്നത് ആരെയാണെന്നറിയോ? പൊന്നുമ്മടത്തിന്റെ അന്തകനെ എന്ന് പറഞ്ഞു. ഇവൻ ചെവിയിലാണ് കേട്ടോ ഇങ്ങനെ രഹസ്യം പോലെ പറയണത്. തോളിലിങ്ങനെ കിടന്നിട്ട് എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാനല്ല, ഞാൻ തകർക്കാനായിട്ടാ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാം വഴിയെ നിനക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. ഈ കല്യാണം നീ ഒന്ന് നടന്നോട്ടെ ചെയ്തു. അപ്പൊ ഇവൻ എന്തോ കുശു പറയുന്നുണ്ടെന്ന് ഈ കണ്ടവർക്കൊക്കെ മനസ്സിലായി. അളിയാം എന്നാ ശരി, അപ്പൊ എല്ലാവരും എന്താ നോക്കി നിൽക്കുന്നത്? വരൂ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും അകത്തേക്ക് കയറി. ഇന്ദ്രൻ കയറാൻ തുടങ്ങിയപ്പോഴത്തേനും വേഗം സേതു കയ്യെ പിടിച്ചു. എന്നിട്ട് സേതു ഒരു കെട്ടിപ്പിടുത്തവും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയണ, അതെ എന്റെ പൊന്നു മോനെ, അതെ തകരാൻ പോകുന്നത് ഞാനല്ല കേട്ടോ, നിനക്ക് തെറ്റിദ്ധാരണയാ. അത് നീ തന്നെയാ മോനെ. ഇതുവരെ ഞാൻ ശരിക്കും പല്ലവി മാത്രമായിരുന്നു ശത്രു. പക്ഷേ നീ കേട്ടോ, ഈ പേടിക്കേണ്ടത് സേതുമാധവനെ മാത്രമല്ല ഋതുവിനെയും കൂടിയാ നീ പേടിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? എങ്കിൽ നീ കേട്ടോ, അധികം താമസിക്കാതെ നീ ആടാ ശരിക്കും പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും. കേട്ടോടാ ഇന്ദ്രജിത്തെ എന്ന് ചോദിച്ചു. എന്നാ ചെല്ല്. അപ്പോഴേക്കും ഇന്ദ്രന്റെ മുഖഭാവം ഒക്കെ മാറി. എന്തോ ഒരു പന്തികേട് പോലെ ഇന്ദ്രന് ഫീൽ ചെയ്തു. അല്ല, കുറെ നേരമല്ലോ രണ്ടുപേരോട് പിറുപിറുക്കുന്നു, എന്താ എന്ന് ചോദിച്ചു രാജലക്ഷ്മി. അവരളിയന്മാരല്ലേ, എന്തൊക്കെ പറയാൻ കാണും, സമയം പോവല്ലേ. ഇന്ദ്ര വേഗം വാ, ചെല്ല് വേഗം ചെല്ലടാ ഇന്ദ്ര എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ്റെ ഒരു നോട്ടമൊക്കെ നോക്കി അകത്തേക്ക് കയറി ചെന്നു. ഈ സമയത്താണ് നമ്മുടെ ഋതു നല്ല സുന്ദരി കുട്ടിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഋതുവിനെ കണ്ടപ്പോൾ ആളുടെ കണ്ണൊന്ന് മഞ്ചളിച്ചു എന്നുള്ളത് വേറൊരു സത്യം.
അപ്പം ഋതു അടുത്ത് വന്നു നിന്നു. അപ്പോൾ വേഗം തന്നെ എന്താ പറയുക, അവിടെ വന്ന് നിന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. പൂർണിമയും അതുപോലെ തന്നെ ബേബി ചേച്ചിയും ബാക്കി പല്ലവിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നു ഇങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം കുറുപ്പേട്ടൻ വന്നിട്ട് പൂർണിമയെ ദക്ഷിണ വെക്കണ്ടേ? വേണം. അപ്പൊ ദക്ഷിണ വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു. ആദ്യം തന്നെ അമ്മയ്ക്ക് തന്നെ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. അപ്പൊ പൂർണിമയുടെ അനുഗ്രഹം വാങ്ങി, കുറുപ്പമ്മാവന്റെ വാങ്ങി, അത് കഴിഞ്ഞ ശേഷം സേതുവിന്റെയും വാങ്ങി. അപ്പൊ എല്ലാവരും മനസ്സ് നിറഞ്ഞ് നന്നായി അനുഗ്രഹിച്ചു, നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം പൂർണിമ ഇങ്ങനെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ, അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഏട്ടന്റെ ഭാര്യയായിട്ട് വരേണ്ട ആളല്ലേ പല്ലവി, അപ്പോ ഞാൻ പല്ലവിക്ക് ഇവിടെ ദക്ഷിണ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പൂർണിമ സമ്മതിച്ചു കേട്ടോ. അപ്പൊ പല്ലവി വേഗം തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും പോയത്. അപ്പൊ എല്ലാവരും ചെന്നു. അപ്പൊ പല്ലവി ദക്ഷിണ വാങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും വേഗം രാജലക്ഷ്മി അതിൻ്റെ ഇടയ്ക്ക് കയറി. ഇടയ്ക്ക് കയറിന്നിട്ട്, ആഹാ, നിന്ന് ഇതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു. നീ ഏത് വകയിലാണ് ഇവക്ക് ദക്ഷിണ കൊടുക്കാൻ പോകുന്നത്? എന്റെ ഏട്ടത്തിയമ്മയായിട്ട് വരുന്ന ആളല്ലേ, അപ്പൊ പിന്നെ ഞാൻ ദക്ഷിണ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അതിന് ഏട്ടത്തിയമ്മ ആയില്ലല്ലോ, പിന്നെ എങ്ങനെയാ ദക്ഷിണ കൊടുക്കുക എന്നായിരുന്നു രാജലക്ഷ്മിയുടെ ചോദ്യം. അതെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും തെറ്റിക്കാനൊന്നും പാടില്ല. അതിന്റെ പേരിലെ ഇതൊന്നും മാറ്റി വെക്കാനും പാടില്ല. അത് കൊടുക്കാൻ അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്താണെങ്കിലും ഏട്ടന്റെ ഭാര്യയായിട്ടൊന്നും അവള് വന്നിട്ടില്ലല്ലോ, നിങ്ങൾ തീരുമാനിച്ചിട്ടേ ഉള്ളൂ, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഋതുപരോട് പല്ലവി പറയണം, വേണ്ട ഋതു, നീ എന്താണെങ്കിലും എൻ്റെ മനസ്സ് നിറച്ചുണ്ട്. നിന്നെ നല്ല രീതിയിൽ അയക്കണം, നിന്റെ കുടുംബജീവിതം എന്നുള്ള പ്രാർത്ഥന എപ്പോഴും എൻ്റെ മനസ്സ് നിറച്ചുണ്ടാവും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം എന്താ പറയുക, ഋതുവിൻ്റെ ഒരു വിഷമമൊക്കെ വന്നെങ്കിൽ വേഗം തന്നെ ദക്ഷിണാപാത്രമൊക്കെ വാങ്ങി വെച്ചു. എന്നെ താലി കെട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ പൂജാരി താലിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എങ്കില് നമ്മുടെ ഇന്ദ്രന്റെ മനസ്സ് നിറച്ച് സേതു പറഞ്ഞ കാര്യമാണ്, നീ പെടാൻ പോവാടാ എന്ന്. ഋതുവിനെയാണ് നീ ഇനി പേടിക്കാൻ പോണത്, സേതുമാധവനെയും ഋതുവിനെയും പല്ലവിനെയും ഒക്കെ നീ പേടിക്കാൻ പോവാണ് എന്ന് ഇവൻ പറഞ്ഞ കാര്യം മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ താലി എടുത്ത് പൂജാരി കയ്യിലേക്ക് കൊടുത്തു. താലി വാങ്ങി ഇങ്ങനെ കൈ പൊക്കിയപ്പോഴത്തേനും ഈ കൈ എന്നിവൻ മനഃപൂർവ്വം വിട്ട് കളഞ്ഞതാണെന്നാണ് തോന്നുന്നത്. വേഗം തന്നെ സേതു അത് കയ്യിൽ പിടിച്ച് അതെടുത്ത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇന്ദ്രൻ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വമ്പൻ ഡിസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.